എല്ലാവരും സിനിമ ചെയ്യുന്നത് ഒരു പ്രോഫിറ്റ് ഒരു സിനിമ ഹിറ്റായി ഞാൻ കോടികൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അത് അവരുടെ പോർട്ട്ഫോളിയോ ക്രിയേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അവർ ഒരു സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന എത്രയോ പ്രൊഡ്യൂസേഴ്സിന് എനിക്കറിയാം. എല്ലാ ടോപ്പ് റിവ്യൂസും ഒരേ സ്വരത്തിൽ ഈ സിനിമ എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയാണെന്ന് പറഞ്ഞവരുണ്ട്. അതിലേക്ക് യാതൊരു സംശയമില്ല. ഞാൻ 22 പടം ചെയ്തതിൽ എന്റെ ടോപ്പ് 5 കമേഴ്ഷ്യൽ സിനിമകളിൽ ഇതുണ്ട്. അതെ, അത് എല്ലാ സ്ഥലത്തും മലയാളത്തിലെ ചില വാക്കുകള് അസ്ഥാനത്തല്ല, ചില 2 സ്ഥലത്ത് ഉപയോഗിച്ചാൽ 2 അർത്ഥമുള്ള നല്ല കണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു കാലം. ആ കോൺഫിഡൻസ് ആണ് പടക്കളം എടുക്കാൻ എനിക്ക് പ്രചോദനമായത്. കാരണം ഫസ്റ്റ് പാർട്ട് ഫ്ലോപ്പ് ആവുന്ന പടങ്ങൾക്കാണ് സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്നത്. ഈ പടത്തിൽ അങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് വേണ്ട, ഫസ്റ്റ് പാർട്ട് ഒന്ന് ഹിറ്റ് ആയിക്കോട്ടെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. ഞങ്ങളുടെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്ന് പറയുന്ന ആട് 3യുടെ ലോഞ്ചോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു പടക്കളം. കഴിഞ്ഞ വ്യാഴാഴ്ച 8-ാം തീയതി നമ്മൾ റിലീസ് ചെയ്യുന്നതായി. ഏറ്റവും ക്രൂഷ്യൽ എന്ന് ഞാൻ പറയുന്നതെന്ന് പറയാം. കാരണം ഹോമും സൂഫിയും സുജാതയും ശേഷം നമ്മൾ ചെയ്ത ഏറ്റവും വലിയ എക്സ്പെരിമെന്റിൽ ഒന്നായിരുന്നു വാലാട്ടി എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ഒരുപാട് എഫേർട്ട് എടുത്ത്, ഒരുപാട് വർഷങ്ങളോളം എഫേർട്ട് എടുത്ത് റിയൽ ഡോഗ്സിനെ വെച്ച് ചെയ്ത ഒരു സിനിമ തിയേറ്ററിൽ ആ സമയം അത് റിലീസ് ചെയ്യുന്ന ടൈമിങ്ങിന്റെ ഒരു പ്രശ്നം കൊണ്ടിട്ട് അതിന് ബോക്സ് ഓഫീസിൽ വിചാരിച്ചത്ര ഒരു പെർഫോമൻസ് കിട്ടിയില്ല. പക്ഷെ അത് OTT അഗൈൻ സൂപ്പർ ഹിറ്റ് ആയിരുന്നു എല്ലാ ലാംഗ്വേജിലും. എന്ന് വെച്ചാൽ വാലാട്ടിക്ക് പാർട്ട് 2 കൊടുക്കുമെന്ന് ചോദിച്ചാൽ എല്ലാ ബോക്സ് ഓഫീസ് പരാജയങ്ങൾക്കും ഞാൻ പാർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം. കാരണം അതിനുശേഷം എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റാണ് പടക്കളം എന്നുള്ളത്. എന്റെ ഫ്രണ്ടും പാർട്ട്ണറുമായ വിജയ് സുബ്രഹ്മണ്യം. വിജയ് ആണ് ഈ സ്ക്രിപ്റ്റ് എന്റെ അടുത്തെത്തിക്കുന്നത്. വിജയും മനുവും കൂടെ ഏകദേശം 1 വർഷത്തോളം ഇരുന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റ് എന്റെ മുന്നിലേക്ക് വിജയ് കൊണ്ടുവരികയും അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇൻട്രസ്റ്റ് ചെയ്തത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അങ്ങനെ ഉണ്ടായ എന്നെ ഒരുപാട് എക്സൈറ്റ് ചെയ്തതാണ്. ഭയങ്കര എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഒരുപാട് എക്സൈറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റാണ് അത്. മനു ഞങ്ങൾ അവതരിപ്പിക്കുന്ന 16ാമത്തെ പുതുമുഖ ഡയറക്ടറാണ്. എപ്പോഴും ഒരു പുതുമുഖ ഡയറക്ടറിനെ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അതെങ്ങനെ സിനിമ ആയി വരും എന്നുള്ളതിൽ നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഫ്രം ഡേ 1 മനു വാസ് കംപ്ലീറ്റ്ലി ഇൻ ടു ദ സ്ക്രിപ്റ്റ്. ആൻഡ് ഐ മീൻ നിങ്ങൾ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ബേസിക്കലി ഈസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. ആൻഡ് ഇന്നലെ പത്മ തിയേറ്ററിൽ പോലും രാത്രി 10:45 ക്ലാപ്സ് കിട്ടുമ്പോൾ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചുള്ള അതിനപ്പുറത്തൊരു ഒരു സന്തോഷമില്ല. വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പം അതിന്റെ എൻറ്റയർ ടീം ഇവിടെയുണ്ട്. സോ യൂസിങ് ദിസ് പ്ലാറ്റ്ഫോം ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. കുറെ സംഭവങ്ങളില്ലാന്നുണ്ട്. അതിൽ മനസ്സിൽ ഇഷ്ടപ്പെട്ടു തിയേറ്ററിൽ ചെയ്യുന്ന ഒരു സീനുണ്ട്. ആ സീൻ ഞാൻ പറയുന്നില്ല. ആ ഡയലോഗ് പറയുന്നത് എന്തായിരുന്നു ഷറഫിന്റെ ഒരു അവസ്ഥ സീൻ പറയുന്നില്ല. ഇനി അത് spoiler അതാണ് തിയേറ്ററിൽ ആളുകൾ ചിരി അടക്കുന്നില്ല. ഇറങ്ങിയിട്ടും അത് സംസാരം വരും. പക്ഷെ അത് ആളുകൾ എന്താ ചിരിച്ചെന്ന് ഷറഫിന് മനസ്സിലാവും. ഈ സിനിമയിൽ ആ വാക്ക് ഉടനീളം ഉപയോഗിക്കുന്നുണ്ട്. അതെ, അത് എല്ലാ സ്ഥലത്തും നമ്മുടെ മലയാളത്തിലെ ചില വാക്കുകള് അസ്ഥാനത്തല്ല, ചില 2 സ്ഥലത്ത് ഉപയോഗിച്ചാൽ 2 അർത്ഥമുള്ള ഒരു അങ്ങനത്തെ ഒരു റിയാലിറ്റി സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നാണോ? അത് പറഞ്ഞുതരാം. അതായത് ഞാൻ ഡയലോഗായിട്ട് പറയില്ല, പക്ഷെ അത് ഷറഫിക്ക ഓൺ സെറ്റിൽ ഇംപ്രൂവൈസ് ചെയ്യാണ്. ചിലപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വയ്ക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സാധനം ഞാൻ ഇടാം, അത് കഴിഞ്ഞിട്ട് മനു ഓക്കെ എന്ന് പറഞ്ഞാൽ ഈ സീൻ എടുത്തു കഴിഞ്ഞിട്ട് പുള്ളി കട്ട് ചെയ്ത് ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കരുതി എന്നിട്ട് ഞാൻ ആ സാധനം കട്ട് ചെയ്യണോ ഇങ്ങനെ വെറുതെ ഇവനോട് പറഞ്ഞതാണ്.
ഇവൻ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി മാനും ഒരു ചിരിയൊക്കെയാണ് പടം ഇട്ടാക്കണം വെറുതെ കട്ടാക്കണം എന്ന് പറഞ്ഞ റൂമിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി. അപ്പൊ അത് പക്ഷേ അത് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഷറഫിക്ക. പുള്ളി ഇംപ്രൂവൈസ് ചെയ്താണ്. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് വീട്ടിൽ ഇരിക്കുന്ന അതിനാണ്. ഭയങ്കര റെസ്പോൺസിബിൾ ജോക്കാണ്. അതെ, സംസാരിക്കുമ്പോൾ പടക്കളം എന്ന് പറയുമ്പോൾ അതോട് ചേർത്തൊരു വാക്കുകൂടെ വന്ന് ഇതിലേക്ക് കൊണ്ടാകാൻ കഴിഞ്ഞ ഒരു ഡയലോഗായിരുന്നു. അതെ 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 അത് ഭാഗ്യമാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു സിനിമ വേറൊരു സിനിമയിൽ അതിന് സാധ്യതയില്ലല്ലോ. നമുക്ക് അത് അവിടെ വെച്ച് തോന്നിക്കുന്നതാണ് നമ്മുടെ ഭാഗ്യം എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സാധ്യത നമ്മൾ ചിന്തിക്കുന്ന ഈ സിനിമയുടെ അകത്ത് അത് നമ്മുടെ ഇൻവോൾവ്മെന്റ് അതിലുണ്ട്. കാരണം ഈ സിനിമയുടെ കഥയെക്കൂടെ തന്നെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എന്താണ് സാധ്യതകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ സാഫാണെങ്കിലും അരുണാണെങ്കിലും അരുൺ പ്രദീപ് ആണെങ്കിലും അരുൺ പ്രദീപ് എല്ലാവരുടെയും ക്യാരക്ടേഴ്സിന് ഇംപ്രൂവൈസ് ചെയ്തല്ലേ അവരും ഒരുപാട് കാര്യങ്ങൾ ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. അത് ആ ക്യാരക്ടറിലും ആ സ്ക്രിപ്റ്റിലും അവർ എല്ലാവരും അത്ര നന്നായിട്ടുണ്ടായിരുന്നു. അതാണ് ആ ചിരി ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ അർജുൻ അശോകന്റെ ചിരിയായിരുന്നു ഇപ്പൊ ട്രെൻഡിങ് പൊക്കോട്ടത്. ഇപ്പൊ ഷർഫുക്കയുടെ റീൽസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഇപ്പൊ ഷർഫുക്ക ഇപ്പൊ ക്യാരക്ടർ വൈസ് ഇപ്പൊ നമ്മൾ കരിയർ വൈസ് നോക്കുമ്പോൾ ആദ്യം ഹ്യൂമറിലേക്ക് വന്നു, പിന്നെ കുറച്ചുകൂടെ സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് മാറി, പിന്നെ വില്ലൻ വേഷങ്ങളിലേക്ക് വന്നു, പിന്നെ പഴയ പോലെ ഹ്യൂമറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം തിയേറ്റർ റെസ്പോൺസുകൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പഴയ ഒരു ഷർഫുക്കെ പഴയ ഒരു സുധാകരനെ തിയേറ്ററുകളിൽ കാണാൻ പറ്റി, പഴയ ഒരു കോമഡി ഹ്യൂമർ വർക്ക് ചെയ്യാൻ പറ്റി. മെസ്സേജസും കാര്യങ്ങളും ഭയങ്കരമായിട്ട് കംബാക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ മാസം പടം ഇറക്കിയത് കംബാക്ക്. പക്ഷെ എന്താ നമ്മൾ വിചാരിക്കുന്നതല്ലോ, നമ്മളിൽ എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോ അങ്ങനെ ഇപ്പൊ ഹാപ്പി വെഡിങ് പോലുള്ള സിനിമയും അല്ലെങ്കിൽ അതുപോലെ പ്രേതം പോലുള്ള കോമഡി സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളത് ചിലപ്പോ എല്ലാവർക്കും ഓർമ്മയിലുണ്ടാവും. അതുപോലത്തെ ഒരു സിനിമ എപ്പോഴായിരിക്കും നോക്കി നിന്നപ്പോ പെട്ടെന്ന് ഈ പടക്കളം സർപ്രൈസില് അതിൽ ഹ്യൂമർ കാര്യങ്ങളൊക്കെ വർക്കായി എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ഫസ്റ്റ് തിങ് ആവുണ്ടോ നിങ്ങൾ എത്ര പേര് സിനിമ കണ്ടായിരുന്നോ? സിനിമ ആരൊക്കെ കണ്ടിട്ടുണ്ട്? വളരെ കുറച്ച് കൈകളെ പൊങ്ങിയിട്ടുള്ളൂ. ഇത് തന്നെയാണ് നമ്മളിപ്പം അണ്ടർഗോ ചെയ്യുന്ന ഒരു സാധനം. കാര്യം ഒന്ന് എത്തണം, ആൾക്കാരിലേക്ക് ഒന്ന് നന്നായിട്ട് എത്താറുണ്ട്. കാര്യം നമ്മളിപ്പോ തിയേറ്റർ വിസിറ്റ് ഒക്കെ ചെയ്യുമ്പോഴും വളരെ നല്ല റെസ്പോൺസ് ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇനിയും ആൾക്കാർ കയറണം. വൺസ് നിങ്ങൾ കയറി കഴിഞ്ഞ് കൊള്ളാമെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു 4-5 പേരെ കൂടെ കേൾക്കുക. കാര്യം അങ്ങനത്തെ സിറ്റുവേഷനാണ് നിൽക്കുന്നത്. മോർ ഇമ്പോർട്ടന്റ്ലി നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കേൾക്കാനാണ് കൂടുതൽ താല്പര്യം. പക്ഷെ വളരെ കുറച്ച് കൈകളെ ഇവിടെ പൊങ്ങിയിട്ടുള്ളൂ. അത് എന്നെ പേടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഫ്രാങ്ക്ലി പറയാൻ. പക്ഷെ ഹോപ്പ്ഫുള്ളി നമ്മൾ പോകുന്ന തിയേറ്റേഴ്സ് പാക്ഡ് ആണ്. ഇന്നലെ നമ്മുടെ തിയേറ്റർ വിസിറ്റ് ഒക്കെ ഭയങ്കര നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് മേക്ക് ഷുവർ ദാറ്റ് പീപ്പിൾ ഗോ ടു ദ തിയേറ്റേഴ്സ്. അത്രേ ഉള്ളൂ. ഈ മനു ചോദിച്ച പോലെ മനന്റെ ഒരു ആദ്യത്തെ സിനിമയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഫ്രൈഡേ ഫിലിംസിന് വേണ്ടി ഒരു സിനിമ ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു മനു സംസാരിക്കുന്ന കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം സിനിമ തിയേറ്ററിൽ നല്ല റെസ്പോൺസും എല്ലാവരും ചെയ്യും ഇല്ലേ? ആരൊക്കെ കണ്ടെന്ന് പറഞ്ഞു അല്ലേ? ചിരിയും കാര്യങ്ങളൊക്കെ ഉള്ള ഭയങ്കര ഹാപ്പി സിനിമയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും കാണുക. ശരിക്കും എന്താ പറയുക, നല്ല റെസ്പോൺസോടുകൂടി തന്നെയാണ് സിനിമ എത്തേണ്ടത്. അതാണ് ഒരുപക്ഷെ ഒരു ആദ്യ സംവിധായകൻ എന്നുള്ള അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ടൊക്കെ അദ്ദേഹം പറയുന്നത്. നിങ്ങളെല്ലാവരും പോയി കാണാൻ ചിലപ്പോ നിർബന്ധിക്കുകയൊക്കെ ചെയ്യും. എന്ത് കണ്ടില്ലെന്ന് ഞാൻ ചോദിച്ചു, ആരൊക്കെ കണ്ടു എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു കണ്ടില്ലാതെ പറയുന്നത് എന്ത് കിട്ടും എന്നുള്ള സീൻ. അപ്പോ അത്രേ ഉള്ളൂ. എല്ലാവരും പോയി കാണാൻ നല്ല റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിജയ് സാർ പറഞ്ഞത് അതാണ്, ഫസ്റ്റ് പാർട്ട് ഫ്ലോപ്പ് ആവുന്ന പടങ്ങൾക്കാണ് സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്നത്. ഈ പടത്തിൽ അങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് വേണ്ട, ഫസ്റ്റ് പാർട്ട് ഒന്ന് ഹിറ്റ് ആയിക്കോട്ടെ. ഷർഫുക്ക എന്നാലും പടക്കളം പടക്കുതിരപ്പരെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തിയേറ്ററിൽ നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരു ഫാന്റസി സിനിമകളുടെ കാലമാണല്ലോ. ഇങ്ങനൊരു പ്രോജക്റ്റ് വന്നപ്പോ ഇത് വർക്ക്ഔട്ട് ആവുമോ എന്നൊരു ഇപ്പൊ വലയുടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ലെവലിലേക്കാണ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആളുകളുടെ വിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുന്ന സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര ഉണ്ടായിരുന്നു. അല്ല, ഈ ചെറിയ ഫാന്റസി സിനിമകൾക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഫാന്റസി സിനിമകൾക്ക് നമ്മൾ കഥ പറയൽ മാത്രമല്ല അതിന്റെ വിഷ്വലും എല്ലാത്തിലും കുറച്ച് ഒരു മാജിക്കൽ ഒരു സ്വഭാവം ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നുമല്ലല്ലോ. പടക്കം ശരിക്കും ഒരു റിയൽ ലൈഫ് ഒരു കോളേജ് ലൈഫിന്റെ അകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം പോലെയാണ് ശരിക്കും ഇത് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഫാന്റസി സിനിമയുടെ ഒരു വേറെ വേൾഡിലേക്ക് കൊണ്ടുപോകുന്ന ലെവലിലേക്കൊന്നും ഇല്ല. അതിന്റെ അകത്ത് ഒരു നടക്കുന്ന ആ ഒരു കാര്യം അത് മാത്രമാണ് ആ സിനിമ. പിന്നെ എനിക്ക് തോന്നുന്നു എന്താ പറയാ, ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര
പ്രതീക്ഷിച്ച് ചെയ്യുന്ന സിനിമയാണ്. അത് ഞാൻ സംഭവിച്ചു. സന്തോഷം. ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ആദ്യത്തെ സിനിമ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈറ്റിൽ സ്ക്രീൻ കാണുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ. അപ്പം രാവിലെ പത്മയിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് തന്നെയായിരുന്നു. എക്സ്പെക്ട് ചെയ്ത റിസൾട്ടേക്ക് എത്തുന്നേ ഉള്ളൂ. അതായത് നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഭുവനേശ്വറിൽ ഓറഞ്ച് ഒക്കെ കത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതിലേക്ക് വരുന്നുണ്ട്, ഇപ്പം അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിപ്പം ഒരു ബാങ്കർ ഓപ്പണിംഗ് എന്ന് പറയുന്ന ഒരു സിനാരിയോയിലോട്ടല്ലായിരുന്നു പോകുന്നത്. പക്ഷേ ഇപ്പം ഇന്നലെ രാത്രിയെ കൊണ്ട് ഇന്നലെ രാവിലെ ഒരു ബുക്കിംഗ് കണ്ടിട്ട് ഞാനും റൈറ്ററും നിൽക്കുന്നു. നമ്മൾ ഡിപ്രസ്ഡ് ആയിരുന്നു. രണ്ടുപേരും രണ്ട് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ കിടന്നുകൊണ്ടാണ്. അപ്പൊ ഉച്ചയ്ക്ക് ശേഷമൊക്കെ പ്രൊമോഷൻ ചെയ്യാൻ ആന്റണി വെച്ചോ മൻപ്രോ നല്ല റിവ്യൂ വരുന്നുണ്ട്. അങ്ങനെ വൈകിട്ടൊക്കെ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ വന്നപ്പോൾ ഓക്കെ, നമ്മളെ സോണിലേക്ക് എത്തണം. എനിക്ക് തോന്നുന്നു ഐഡിയലി ഇന്നും നാളെയും കൊണ്ടായിരിക്കും ചേട്ടൻ പറഞ്ഞ ഹൈയിലേക്ക് എത്തുക. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. പിന്നെ ആദ്യത്തെ പടം എന്നുള്ള രീതിയിൽ ഗ്രേറ്റ്ഫുൾ ആണ്. യെസ്, അതന്നെയാണ് മനുവിന്റെ ആദ്യത്തെ പടമാണ്. മനു പടം അത്യാവശ്യം ഹിറ്റ് തന്നെയാണ്. മനുവിന് ടെൻഷൻ അടിക്കുന്ന ബുക്ക് മൈ ഷോയിലെ ഓറഞ്ച് മാത്രമല്ല ഒരു സിനിമയിൽ ഹിറ്റ് ആകുന്നത്. എസ്പെഷ്യലി യൂത്ത്. മനുവിന്റെ ടെൻഷൻ, മനുവിന് ഞാൻ ഫിഗേഴ്സ് കൊടുത്തിട്ടില്ല. മനുവിന് ഞാൻ തന്നില്ലെങ്കിലും അടുത്ത ആഴ്ച പ്രൊഡ്യൂസർ അസോസിയേഷൻ തരും. അത് ധൈര്യമായിട്ട് മനുവിന് ചേട്ടാ ഓറഞ്ച് കത്തുന്നില്ല. മനു, നമ്മൾ ഈ സിനിമയിൽ ഏറ്റവും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ പ്രൊഡ്യൂസറുടെ ഞാൻ ഇത് വ്യാഴാഴ്ച ഇറക്കാൻ തീരുമാനിക്കുന്നത്. അപ്പം അത്രയും കോൺഫിഡൻസ് ഉള്ള സിനിമയാണ് ഇപ്പോഴും നമ്മൾ വ്യാഴാഴ്ച ഇറക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ഡേ കിട്ടിയ റെസ്പോൺസ്, ഈ കഴിഞ്ഞ എൻ്റെ 22 സിനിമകളിൽ ഹോം ഉൾപ്പെടെ ഞാൻ പറയുന്നു, എനിക്ക് ആദ്യത്തെ ദിവസം ഇത്രയും നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു സിനിമ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. കാരണം മലയാളത്തിലെ എല്ലാ ടോപ്പ് റിവ്യൂസും, ഞാൻ റിവ്യൂസിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ എല്ലാ ടോപ്പ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ ടോപ്പ് റിവ്യൂസും ഒരേ സ്വരത്തിൽ ഈ സിനിമ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയാണെന്ന് പറഞ്ഞവരുണ്ട്. അതിലെനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ 22 പടം ചെയ്തതിൽ എൻ്റെ ടോപ്പ് 5 കമേഴ്ഷ്യൽ സിനിമകളിൽ ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ എനിക്ക് എൻ്റെ കളക്ഷൻ റിപ്പോർട്ട് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് എൻ്റെ കറക്റ്റ് വൈബ് എനിക്ക് മനസ്സിലാവുന്നത്. ഓബിയസ്ലി തുടരും എന്ന സിനിമ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള കാരണം തന്നെ ഇതിന്റെ ജോണർ ടോട്ടലി ഡിഫറെന്റ് ജോണറാണ്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൈമറി ക്രൗഡാണ് ഇതിന് വരിക എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നലെയും നമുക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ വീക്കെൻഡിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ സിനിമയെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തും ഈ വീക്കെൻഡിൽ എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഇത്രയും റിവ്യൂസ് ഒരുമിച്ച് വന്ന ഒരു സിനിമ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സിനിമാ കരിയറിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഡെഫിനറ്റ്ലി ബോക്സ് ഓഫീസിൽ കാണും. അത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ആണ് ഞാൻ പറയുന്നത്. ഡെഫിനറ്റ്ലി ബോക്സ് ഓഫീസിലേക്ക് വരും എന്നെനിക്ക് പൂർണ്ണമായിട്ടുള്ള ഉറപ്പുണ്ട്. അപ്പോൾ നീഡ് ഓൾ യുവർ സപ്പോർട്ട്. ബിക്കോസ് മലയാള സിനിമ ഒരു കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സൈക്കിൾ ഉണ്ട്. സാറ്റലൈറ്റ് ബൂം ഉണ്ടാവുമ്പോൾ ചില കണ്ടന്റിൽ ഫോക്കസ് ഓൺ ദ കണ്ടന്റ് കുറയുകയും നമ്മൾ പെട്ടെന്ന് സിനിമ ഈ ഒരു മണി മേക്കിംഗ് പരിപാടിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് OTT ബൂമിലും കുറച്ചു കാലം ഉണ്ടായിരുന്നു. ഇപ്പോ വീണ്ടും മലയാള സിനിമ ബോക്സ് ഓഫീസിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ടോട്ടലി ഡിഫറെന്റ് ആണ്. ബിക്കോസ് ഈവൻ OTT ആൻഡ് സാറ്റലൈറ്റ് ബിസിനസ് ബോക്സ് ഓഫീസ് സക്സസിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി അത് ഉണ്ടാവുക. ആ കാലം വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് എന്ന് അറിയാമാണ്. കാരണം നല്ല കണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു കാലം. ആ കോൺഫിഡൻസ് ആണ് പടക്കളം എടുക്കാൻ എനിക്ക് പ്രചോദനമായത്. കാരണം അത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു ആൻഡ് അത്രയും എഫേർട്ട് അതിനകത്തിട്ടുണ്ട്. You see the film Padakalam is not a small film. Padakalam is a medium sized budget or big budget film for me, according to me. അത് സിനിമ കണ്ടവർക്കെല്ലാം മനസ്സിലാവും. കണ്ടവരെല്ലാം നല്ല റിവ്യൂസ് വരുന്നുണ്ട്. ഇന്നലത്തെ ഓൾമോസ്റ്റ് 50% ഓഫ് ദ ഷോസ് ഹൗസ്ഫുൾ ആണ്. ഇന്നും ഇപ്പൊ നല്ല റിപ്പോർട്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഓറഞ്ചസ് കാണുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഓറഞ്ച് കാണുമ്പോഴും നമ്മുടെ വാക്കിംഗ് ക്രൗഡ് കയറി വന്ന് പോകുമ്പോഴേ കഴിഞ്ഞാണ് അത് ബുക്ക് മൈ ഷോയിലേക്ക് കൺവേർട്ട് ആവുക. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. വി ആർ ഡൂയിങ് എക്സ്ട്രീംലി വെൽ. ആ
ആസ് എ പ്രൊഡ്യൂസർ ഇപ്പൊ കുറച്ചുമ്പോ പറഞ്ഞ പോലെ ഓരോ മാസം കഴിയുന്തോറും സിനിമ ഇറങ്ങുന്ന സിനിമകളുടെ ബഡ്ജറ്റുകൾ വെളിയിടുക അപ്പോൾ ചില പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ട് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ എന്റെ സിനിമയുടെ എന്റെ പ്രൊഫഷണൽ പറഞ്ഞു കാരണം അത് നമ്മുടെ അതൊരിക്കലും ഒരു എക്സാക്ട് ഫിഗേഴ്സ് പ്രൊഡ്യൂസർ അസോസിയേഷൻ കിട്ടില്ല. കാരണം അവര് പറയുന്ന ഓവർസീസിന്റെ ഫിഗേഴ്സ് അവർക്ക് ഒരിക്കലും കിട്ടില്ല, റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഫിഗേഴ്സ് അവർക്ക് ഒരിക്കലും കിട്ടില്ല. കേരള ബോക്സ് ഓഫീസ് OTT-യുടെ ഫിഗർ ഞാനും OTT ആയിട്ട് എഗ്രി ചെയ്യുന്ന ഒരു ഫിഗർ ഞാൻ ഒരിക്കലും പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തമില്ല. അത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ബസ് മാത്രമാണ്. ഈ സാറ്റലൈറ്റ് എന്റെ ഡബിംഗ് റൈറ്റ്സിനെ കുറിച്ച് അസോസിയേഷൻ അറിയാൻ പറഞ്ഞു. ഞാൻ റീമേക്ക് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്, ഞാൻ ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ ഇപ്പൊ ഇവിടെ നിന്നോട് പറയാം, ഞാൻ വാലാട്ടി ഇവിടുത്തെ ബോക്സ് ഓഫീസ് ഫെയിലർ ആണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ വാലാട്ടി എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ ഫോറിൻ ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്യപ്പെട്ട സിനിമയാണ് വാലാട്ടി. റഷ്യയില് ഇന്നലെ ശരഭോടുണ്ടായിരുന്നു വാലാട്ടി ഇൻടു സ്പാനിഷ്, റഷ്യൻ, എല്ലാ ലാംഗ്വേജും ഇംഗ്ലീഷിന്റെ ഓഫർ വന്നിട്ടുണ്ട്. സോ അതിന്റെ ഒക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും വാലാട്ടി എന്ന സിനിമയുടെ റവന്യൂ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഒരു അസോസിയേഷൻ ഇത് ഫ്ലോപ്പാണ് ഇത് ഹിറ്റാണെന്ന് ഡിക്ലെയർ ചെയ്യാം? അതുകൊണ്ടാണോ ഈ മലയാള സിനിമ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പറയാം? കാരണം പല പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ വെളിയിലോട്ട് വരാത്തതുകൊണ്ടാണ് ഇങ്ങനെ, അതുകൊണ്ടാണോ? അല്ല, അസോസിയേഷന് അത് കോസ്റ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ അവരെടുത്തിരിക്കുന്ന സ്റ്റെപ്സ് ആണ്. ആ സ്റ്റെപ്സിൽ എടുത്തിരിക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഒരു സ്റ്റെപ്പ് എന്നോണം ഈ മലയാള സിനിമ ഇങ്ങനെ കോസ്റ്റ് കൂടി നഷ്ടമാണെന്ന് പറയുന്നതിൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് കറക്റ്റ് കണക്കായിരിക്കണം. ആ പ്രൊഡ്യൂസറുടെ പെർമിഷനോടെ കണക്ക്, ഇപ്പൊ ഞാൻ എന്റെ കണക്ക് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കണമെങ്കിൽ എനിക്ക് കൊടുത്താൽ മതി അല്ലെ, അല്ലെങ്കിൽ എനിക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇല്ല. ഞാൻ പറയുന്നത് അത് ചെയ്യുമ്പോ കറക്റ്റ് ആയിരിക്കണം. ഈ കേരള ബോക്സ് ഓഫീസിനെ വെച്ചോ അതും ഒരാഴ്ചയുടെ കണക്ക് വെച്ച് മാത്രം ഇറ്റ് ഫ്ലോപ്പ്, അത് ആ കാൽക്കുലേഷൻ തെറ്റാണ്. ആ കാൽക്കുലേഷൻ തെറ്റാണ്. ഇന്ന് മലയാള സിനിമ ഇൻഡസ്ട്രി കമ്പയർ ടു എനി അതർ ബോളിവുഡ്, ടോളിവുഡ്, സാൻഡൽവുഡ് അല്ലെങ്കിൽ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കാലമാണ്. 56 to 76% സക്സസ് റേഷ്യോ ഫോർ എ ക്ലാസ് ഫിലിം. അപ്പൊ നമ്മളിപ്പോ സിനിമ കാറ്റഗറൈസ് ചെയ്യാൻ പാടില്ല, എല്ലാ ആർട്ടും ആർട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ സിനിമകളുടെ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന കടന്നത് ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഫിലിം പ്രൊഡക്ഷൻ ഹൗസസ് അങ്ങനെ കോമ്പിനേഷൻ വെച്ചിട്ട് ഉള്ള സിനിമകൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സക്സസ് റേഷ്യോ ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് മലയാളം. ഒരിക്കലും നമ്മുടെ ഇൻഡസ്ട്രി ലോസിലാണെന്ന് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നവർക്ക് അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നും. കാരണം കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 15ഓളം പടങ്ങള് ഒരു 50 crore ഗ്രോസ് ചെയ്തിട്ടുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഫിലിംസ് കൂടുതൽ ഇറങ്ങുന്ന ഒരു ലാംഗ്വേജ് ആണ്. നമ്പർ ഓഫ് ഫിലിംസ് 199 ഫിലിംസ് ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടോ എന്നുള്ളത് തന്നെ സംശയമുണ്ട്. കാരണം നമ്മുടെ ഒരു പോപ്പുലേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്കറ്റ് സൈസ് വെച്ചിട്ട് അത്രയും ഫിലിംസ്, അപ്പൊ അത്രയും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ളവര്, സിനിമയെ സ്നേഹിക്കുന്നവരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും അവരുടെ ടാലന്റ്, ഇപ്പൊ ചിലവർക്ക് എല്ലാ ആർട്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കിട്ടണമെന്നില്ല, അവർക്ക് വേണ്ട ആക്ടേഴ്സിനെ കിട്ടണമെന്നില്ല, അവർക്ക് വേണ്ട ടെക്നീഷ്യൻസിനെ കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അവര് കിട്ടിയ ഒരു ഇത് വെച്ചിട്ട് ചിലപ്പോ ഒരു എക്സ്പെരിമെന്റൽ സിനിമ ചെയ്ത് അവരുടെ ടാലന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേഷന്റെ ഭാഗമായിട്ട് അത് ചെയ്തെന്നിരിക്കും. ചിലവർ, എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അവര് ഒരു പ്രോഫിറ്റ് ആലോചിച്ചിട്ടല്ല അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത്. എല്ലാവരും സിനിമ ചെയ്യുന്നത് ഒരു പ്രോഫിറ്റ്, ഈ സിനിമ ഹിറ്റായി ഞാൻ കോടികൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അത് അവരുടെ പോർട്ട്ഫോളിയോ ക്രിയേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അവര് ഒരു സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന എത്രയോ പ്രൊഡ്യൂസേഴ്സിന് എനിക്കറിയാം. എനിക്കറിയാവുന്ന എത്രയോ പ്രൊഡ്യൂസേഴ്സ്, NRIs, അവര് നിങ്ങൾ എന്നെ കൊണ്ടുവന്ന സിനിമ കാണിക്കും. അപ്പൊ പിന്നെ സുഹൃത്തുക്കളുടെ രീതിയിൽ നിങ്ങൾ ഇതൊന്ന് കാണണം. നിങ്ങൾ എന്തിനാ സിനിമ എടുക്കുന്നത്? നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് കാണുന്ന പരിപാടിയാണ്. അതൊന്നുമല്ല, ലൈഫിൽ ഒരു പടം എടുക്കണം എന്നൊരു ആഗ്രഹം. അതിനെ ഒരിക്കലും അവര് തന്നെ ആ സിനിമയുടെ റിലീസിൽ ഉണ്ടോന്നില്ല നമുക്കറിയില്ല. അവർ ചിലപ്പം അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം. അങ്ങനെ ഒരുപാട് പേരെ എന്റെ അടുത്ത് വന്ന് അഭിനയിക്കാൻ പറയുന്നവരുണ്ട്. എന്റെ അടുത്ത് ഇതൊന്ന് കണ്ടിട്ട് ഞങ്ങൾ ഒരു ആഗ്രഹം കൊണ്ട് എടുത്തതാണ് എന്നൊക്കെ. അതിനെ ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയുടെ ലോസ് ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നിങ്ങൾ പ്രോഫിറ്റിന് വേണ്ടിയാണ് എടുത്തത്,
അതും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇറ്റ്സ് എ ക്യാച്ച് 22 സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം ഒരു ഹാഫ് കുക്ഡ് ആയിട്ടുള്ള കണക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് കണക്കായിരിക്കണം. ആ കണക്ക് ഹാഫ് കുക്ഡ് ആയിട്ടുള്ള ഒരു കണക്ക് കൊടുക്കുമ്പോ നമ്മൾ ഇൻഡസ്ട്രിയെ ഒരു റോങ് നോട്ടിൽ വെളിയിലുള്ള സത്യമാണ്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മലയാളത്തിലേക്ക് സക്സസ് റേഷ്യോ കണ്ടിട്ട് അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവര് പെട്ടെന്ന് ഇങ്ങനെ ഒരു റോങ് നോട്ട് പോകുമ്പോ അവർ ചിലപ്പോൾ ഷൈ ഔട്ട് ചെയ്യണം സാധ്യതയുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആസ് എ മെമ്പർ ഓഫ് ദി അസോസിയേഷൻ, പടക്കളം എന്ന് പറഞ്ഞ സിനിമയുടെ കണക്ക് ഞാൻ അപ്രൂവ് ചെയ്യാറ്. ബിക്കോസ് എനിക്ക് മാത്രമാണ് അതിന്റെ കണക്ക് അറിയാവുന്നത്. മനോരമ അതാണ് മനു ബുക്ക് മൈ ഷോ വെച്ചിട്ടാണ് മനു നോക്കുന്നത്. എനിക്ക് മാത്രമേ അതിന്റെ എക്സാക്ട് ഫിഗർ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം അസോസിയേഷൻ കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നത്. അതായത് പൈറസിയെ കുറിച്ച്. ഇറങ്ങുന്ന സിനിമയുടെ പിറ്റേ ദിവസം തന്നെ അതിന്റെ പ്രിന്റുകൾ ഇറങ്ങുന്നത്. കാരണം പ്രിന്റുകൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം അത് ഒരാൾ ഷൂട്ട് ചെയ്യുന്നതല്ല. ഒന്നുകിൽ സെൻസറിന് അവിടെ നിന്ന് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കാരണം ഒരു ഷെയ്ക്ക് ഇല്ല, ഒന്നുമില്ല. കറക്റ്റ് HD പ്രിന്റ് ആണ്. പൈറസി എന്നും മലയാള സിനിമയിൽ ലോക സിനിമയിൽ ഒരു ഷാർപ്പായിട്ട് ഈ ഓഫ് ലേറ്റ് OTT വന്നതിന് ശേഷം പൈറസി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം നല്ല സിനിമകൾ നല്ല ക്ലിയർ ആയിട്ട് OTT-യിൽ കാണാം എന്ന് നല്ല സിനിമകൾ ഒബിയസ്ലി ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യുന്ന സിനിമകൾ ഒരിക്കലും OTT ഒഴിവാക്കാറില്ല. ഇനി പെർഫോം ചെയ്തില്ലെങ്കിലും അവർക്ക് അതിന്റെ കണ്ടന്റ് വാല്യൂഷൻ അവരുടേതായ ക്രൈറ്റീരിയ ഉണ്ട്. അവർക്ക് ആ ക്രൈറ്റീരിയ വെച്ചിട്ട് അവരെ നോക്കി എല്ലാ സിനിമകളും അവർ കാണാറുണ്ട്. ചില സിനിമകൾ OTT-ക്കാർക്ക് ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യാത്തതാണ് ഇഷ്ടം. കാരണം OTT-യിൽ സബ്സ്ക്രിപ്ഷൻ കൂടുതലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ബോക്സ് ഓഫീസ് സക്സസ് മാത്രമല്ല ഒരു OTT-യുടെ ക്രൈറ്റീരിയ എന്ന ക്വാളിറ്റി ഓഫ് ദ ഫിലിം എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് ഡ്രൈവ് ഉണ്ടാവുക എന്നൊക്കെയുള്ള പല ക്രൈറ്റീരിയ ഉണ്ട് അവർക്ക്. അപ്പോ ഈ OTT വന്നതിൽ പിന്നെ നല്ല ക്ലിയർ പ്രിന്റ് കുറച്ചൊന്ന് താന്നിരുന്നതാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വാശിയുടെ പുറത്ത് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഈ സിനിമയുടെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. അത് വളരെ സീരിയസ് ആയിട്ട് അവരെ ലോയുടെ മുന്നിൽ കൊണ്ടുവരികയും വളരെ സീരിയസ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുകയും വേണം. കാരണം ഇത് കാണാൻ അല്ലെങ്കിൽ 100 രൂപ 200 രൂപ കൊടുക്കാതെ കാണാം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് എവിടെന്നോ മോഷ്ടിച്ചെടുത്ത അത് എവിടെ നിന്നാണ് പോകുന്നത് കണ്ടുപിടിച്ചത്. വളരെ സീരിയസ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഇതിനെ ലൈഫായിട്ട് എടുക്കരുത്. അത് അസോസിയേഷൻ അങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു. വിൽ ഓൾ ബി സപ്പോർട്ടിംഗ്. ജീവൻ പറഞ്ഞപ്പോ പടക്കളത്തിന്റെ നമ്മുടെ കളക്ഷൻ പറഞ്ഞതിന് ശേഷം വിടുന്നതിനും എനിക്ക് തോന്നുകയാണ് ഓക്കെ കൊടുത്തോളൂ എന്ന് എനിക്ക് തോന്നണം. പക്ഷെ പ്രോബ്ലം ഇതെന്ന് പറഞ്ഞാൽ പടക്കളത്തിന്റെ റവന്യൂ എന്താണ് ഇതിന്റെ മ്യൂസിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞാനാണ്. എനിക്ക് മാസം റവന്യൂ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്നാണ് ഞാൻ ഇത് എൻഡ് ചെയ്യുന്നത്? ചിലപ്പോ 2 മാസത്തിന് ശേഷമായിരിക്കും ഞാൻ ഇതിന്റെ റീമേക്ക് റൈറ്റ്സ് വിൽക്കുന്നത്. അപ്പൊ അത് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുന്നത്? ഞാൻ ചിലപ്പോ എന്റെ 6 മാസം അല്ലെങ്കിൽ 7 മാസം കഴിയുമ്പോഴായിരിക്കും പടക്കളം എന്നുള്ള സിനിമയുടെ ബുക്സ് ക്ലോസ് ചെയ്യുന്നത്. ആ ബുക്സ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇതിന്റെ ടോട്ടൽ റവന്യൂ വേഴ്സസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ എനിക്ക് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന പടക്കളത്തിന്റെ റവന്യൂ അല്ലെങ്കിൽ എനിക്ക് വന്നിരിക്കുന്ന റവന്യൂ എങ്ങനെയാണ് അത് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഒരിക്കലും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അവിടെ വേറെ നിങ്ങൾ ആദ്യം സിനിമ തുടങ്ങുമ്പോൾ നിങ്ങൾ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്, നിർമ്മാതാക്കളെ സംഘടന കൊടുക്കുന്നുണ്ട്. അതിൽ വേരിയേഷൻ വർദ്ധിക്കാൻ കുറയ്ക്കാറുണ്ട്. ഞങ്ങളുടെ സിനിമകൾക്ക് ഞങ്ങൾക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീമുണ്ട്. ഞങ്ങൾ എപ്പോഴും ഒരു ഹയർ ബഡ്ജറ്റാണ് ഇടുക. ബിക്കോസ് നമ്മൾ അതിനെ വെച്ചിട്ടാണ് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുന്നത്. ഫ്രൈഡേ ഫിലിമോസ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ, ഒരു മഴ വന്നാൽ അല്ലെങ്കിൽ അതിന്റെ ഫോഴ്സ് മെജർ അല്ലെങ്കിൽ ഒരു അതിന് വരെ നമ്മൾ ഒരു പ്രൊവിഷൻ വെക്കും. ആ പ്രൊവിഷൻ വെച്ചിട്ട് എപ്പോഴും ഷിബുവിനോടും ബിനുവിനോട് പറയും ഒരു പ്രൊവിഷൻ വെച്ചിട്ട് ഇതിന്റെ ഹയസ്റ്റ് പറഞ്ഞാൽ. കാരണം അതിന്റെ ബാക്ക്വേർഡ്സ് അതിന് കുറച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ? ഞങ്ങൾക്ക് എപ്പോഴും 10 to 15% കുറവേ ഉണ്ടായിരിക്കും. അപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുക്കുന്ന കണക്കല്ല ആ കോസ്റ്റ് അല്ല കോസ്റ്റ്. ഓക്കെ, ചിലത് കൂടിയേക്കാം, ചിലത് കുറഞ്ഞേക്കാം. നമ്മൾ ആദ്യം കൊടുക്കുന്ന കോസ്റ്റ് ഒരിക്കലും കറക്റ്റ് ആവണമെന്നില്ല. എന്തെല്ലാം വേരിയേഷൻസ് വരും. നമ്മളൊരു സിനിമ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് കോസ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ ചിലപ്പോൾ ആക്ടേഴ്സ് ചേഞ്ച് വരും, ടെക്നീഷ്യൻസ് ചേഞ്ച് ചെയ്ത് വരും, ചിലപ്പോൾ ലൊക്കേഷൻസ് ചേഞ്ച് ആവും, ചിലപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോ ഇപ്പൊ പടക്കളം എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ ചാർട്ട് ചെയ്തതിനെക്കാട്ടിലും ഡേയ്സ് നമ്പർ ഓഫ് ഡേയ്സ് കുറച്ച് നമ്മൾ ചെയ്തു. അത് ഇടയിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട്
ഞങ്ങൾ കുറച്ച് ഡേയ്സ് കുറയ്ക്കാൻ പറ്റി. അപ്പൊ അത് നമ്മുടെ കോസ്റ്റിൽ ഇമ്പാക്ട് വരും. കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു സ്ഥാപനം ഒരു ആനുവൽ കണക്ക് എല്ലാ പ്രൊഡ്യൂസേഴ്സിൽ നിന്നും അവരുടെ ഇത് നമ്മളിപ്പോ ബാലൻസ് ഷീറ്റ് കൊടുക്കാന്ന് പറയുന്നത്, ആ ബാലൻസ് ഷീറ്റ് കൊടുത്ത് അപ്രൂവ് ചെയ്ത് ഇതാണ് ഇൻഡസ്ട്രി കണക്ക്. മാസാമാസം എങ്ങനെ കണക്ക് കൊടുക്കാൻ പറ്റും? ഒരു ബിസിനസിനും മാസാമാസം എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വാല്യൂ ചെയ്യുന്നത്? ഏത് ബിസിനസിന് വാല്യൂ ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അപ്പൊ അത് ഒഴിവാക്കണം എന്ന് ഞങ്ങൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പടക്കളം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ബഡ്ജറ്റ് കിട്ടും. ഇതില് പല സാഹചര്യങ്ങൾ കൊണ്ട് ബഡ്ജറ്റിന് മാറ്റങ്ങൾ വരാം. ഒരാൾക്ക് അസുഖം വരാം, ഷൂട്ട് നടന്നില്ല എന്ന് വരാം, ബഡ്ജറ്റ് മാറും. അതുപോലെ തന്നെ മഴ വന്നാൽ ബഡ്ജറ്റ് മാറും. അങ്ങനെ ഏത് സാഹചര്യത്തിലും ഇത് രണ്ടും സംഭവിക്കാം. പിന്നെ നമ്മൾ ഇവിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാത്രമല്ലല്ലോ ഉള്ളത്, നിരവധി അസോസിയേഷൻ ഉണ്ട്. വ്യാപാരി വ്യവസായി അസോസിയേഷൻ ഉണ്ട്, സ്വർണ്ണത്തിന് അസോസിയേഷൻ ഉണ്ട്, സ്വർണ്ണക്കടകളുണ്ട്. ഈ എല്ലാ കടകളും ലാഭമാണ്. എല്ലാ അസോസിയേഷനും എല്ലാം ലാഭമായിരിക്കില്ല. അതുകൊണ്ട് ആ ഇൻഡസ്ട്രി മൊത്തം നഷ്ടമാണ്. അപ്പോ നമ്മൾ ഇങ്ങനെ ഒരു വിലവിവര പട്ടിക പറയുമ്പോൾ, മാസം തോറും പറയുമ്പോഴത്തേക്ക് ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന പല പ്രൊഡ്യൂസേഴ്സും ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ പല കമ്പനിക്കുള്ള ഇൻവെസ്റ്റേഴ്സും ഇതിനകത്ത് പിന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിന് കൂടിയ ആലോചന വേണം. ഒരു പടം ഇറങ്ങിയാൽ ആ പടത്തിന് ഒരു 6 മാസമെങ്കിലും സമയം കൊടുക്കണം. അതിന്റെ എല്ലാ റൈറ്റ്സും വിറ്റോ, അതിന്റെ OTT ബിസിനസ് നടന്നോ, റവന്യൂ ഏതൊക്കെയാണ് വന്നത് എന്ന് നോക്കി കണ്ട് അതിന്റെ ഒരു ചാർട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരാഴ്ച കൊണ്ട് ഒരു പടം നഷ്ടമാണോ, ആ പടം ഏതെങ്കിലും ലാംഗ്വേജിൽ വിറ്റുപോയാൽ എങ്ങനെയാണ്, പിറ്റേ ആഴ്ച ഇവർ വിലവിവര പട്ടിക ഇട്ടതിന് ശേഷം പിറ്റേ ദിവസമാണ് വിറ്റെങ്കിലും, അപ്പൊ അതൊക്കെ തെറ്റ് തന്നെയാണ്. നമുക്ക് ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തുക, ബഡ്ജറ്റ് നിയന്ത്രിക്കുക. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഇപ്പൊ കഴിഞ്ഞ വർഷം 202 പടങ്ങൾ ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞത്. ഇതിൽ ഡിസംബർ മാസങ്ങളിൽ എനിക്ക് തോന്നുന്നത് സെൻസർ ചെയ്യുന്ന ഭൂരിഭാഗം സിനിമകളും അവാർഡ് കാറ്റഗറിയിൽ പോകുന്ന സിനിമകളാണ്. ഈ സിനിമകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇതും എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ കണക്ക് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ക് പറയുമ്പോൾ ഇൻഡസ്ട്രി കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഉണ്ടായ ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നത് മലയാളം ഇൻഡസ്ട്രിയാണ്. അത് വെച്ച് നമ്മൾ കണക്കാക്കിയാൽ കഴിഞ്ഞതിന് ഈ ഒരു 50 പടങ്ങളോളം ഡിസംബറിൽ സെൻസർ ചെയ്യുന്ന അവാർഡ് പടങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞ് ബാക്കി 150 സിനിമകൾ ഉണ്ടാവാം. അതിൽ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും പരിചയക്കാർക്കും നേരത്തെ പറഞ്ഞ പോലെ വിജയ് സാർ പറഞ്ഞ പോലെ ഒരു സിനിമ എടുക്കണമെന്ന താല്പര്യത്തോടുകൂടി വരുന്ന ആൾക്കാർക്ക് പടം എടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു 60 സിനിമയായിരിക്കും മലയാള ഇൻഡസ്ട്രിയിൽ കറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടാകും. ഈ 60 സിനിമയിൽ ഏതാണ്ട് 27 സിനിമയോ 26 സിനിമയോ ഹിറ്റുകളായിരുന്നു. അപ്പൊ ഏതാണ്ട് 50% ഹിറ്റുകൾ ഉണ്ടായ ഇൻഡസ്ട്രി ഈ ഒരു വിലവിവര പട്ടിക വന്നതോടുകൂടി സത്യത്തിൽ പടങ്ങളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. പടങ്ങളുടെ എണ്ണം വളരെ വലിയതായിട്ട് കുറഞ്ഞു. കാരണം ഞാൻ ഫെഫ്കയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പ്രോജക്റ്റ് അവിടെ വരുന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അപ്പൊ ഇൻഡസ്ട്രിയിലും സിനിമ യഥാർത്ഥത്തിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് നമ്മുടെ രഞ്ജിത്തേട്ടൻ പ്രൊഡ്യൂസർ രഞ്ജിത്തേട്ടനോട് ഞാൻ ചോദിച്ചു, രഞ്ജിത്തേട്ടൻ നമ്മളിവിടെ എല്ലാം നഷ്ടം എന്ന് പറയുമ്പോൾ OTT-കാർ എങ്ങനെ പടം എടുക്കുക? അവര് വരും, അവിടെ മൊത്തത്തിൽ അവതാരത്തിലല്ലേ, പിന്നെ എന്തെങ്കിലും കൊടുത്ത് നമുക്ക് പറഞ്ഞാൽ അതൊക്കെ തരും എന്നുള്ള രീതിയിലേക്കാണ്. താങ്കൾ ചെയ്ത ആ വർക്ക് ഗംഭീരമായിട്ട് ഹൈദരാലിയുടെ വായന നല്ല വാക്കിന്റെ ഭയങ്കരമാണ്. അതാണ് കിട്ടിയിരിക്കുന്നത്. ആടുത്രിയുടെ ഷറഫൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അത് മിഥുൻ മാനുവൽ തോമസ് ആണ് തീരുമാനിക്കുന്നത്. ബിക്കോസ് സാധ്യതയുണ്ട്, ഇല്ലായിരുന്നില്ല. ഒരുപാട് ക്യാരക്ടേഴ്സ് അല്ലേ, ആടില്ലെങ്കിലും അടുത്ത സർപ്രൈസുകൾ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സംഭവങ്ങളൊക്കെ വരും. പുതിയൊരു ഞങ്ങളുടേതായ യൂണിവേഴ്സ് ഓൾറെഡി ഉണ്ട്, അതിന് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് യൂണിവേഴ്സ് എന്ന് വിളിക്കും. ഞങ്ങളുടെ ഫാമിലിയാണ്. ഫ്രൈഡേ ഫിൽമോസ് ഫാമിലിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ആടിലുണ്ട്, മങ്കിപ്പറ്റിലുണ്ട്, ഓരോ സിനിമയിലും മുത്തുകവ് എന്ന് പറഞ്ഞ സിനിമയിലും ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോ സിനിമയിലും ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഫാമിലി തന്നെയാണ്. അത് എന്ന് വേണമെങ്കിലും ഒരു യൂണിവേഴ്സ് ആയിട്ട്
ഞങ്ങൾ ഇപ്പൊ വിളിക്കുന്നത് വൺ ലാസ്റ്റ് റൈഡ് എന്നാണ്. അത് നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഞങ്ങളിപ്പോ ബ്രേക്ക് ചെയ്യാൻ പടക്കളത്തിന് വേണമെങ്കിലും ആവാലോ. രഞ്ജിത്ത് സാർ അവിടുന്ന് മുങ്ങിയിട്ടുണ്ടെന്ന ന്യൂസ് ഉണ്ട്. സാറിന്റെ ഒരു അഭിനയം കയറിയോ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫില്. അപ്പൊ അതിന് ഇപ്പോഴും പുറത്തോട്ട് വന്നിട്ടില്ലാന്ന് തോന്നുന്നതായിരിക്കും. ഇല്ല, പുറത്ത് വന്നിട്ടില്ലേ? അതെ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. അതെ. സെക്കൻഡ് അഭിനയിച്ചപ്പോ കുഴപ്പം തോന്നിയില്ല. വേറൊരു ബോഡി നമ്മൾ മേലോട്ട് കയറുമ്പോ അതായിട്ട് അഭിനയിക്കാന്ന് പറയുമ്പോ അല്ല, സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ പെർഫോം ചെയ്യാനുണ്ട്. പെർഫോം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആസ് എൻ ആക്ടർ രീതിയിൽ എന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് സിനിമയിൽ പറഞ്ഞു കൊണ്ടുള്ളത്. അത് നന്നായി പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാണുമ്പോഴും അത് പറയുന്നത് ശരി. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അതെ, കാരണം ടോട്ടലി വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്യാൻ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അത് വളരെ സന്തോഷപൂർവ്വം ചെയ്യാൻ പറ്റും. സന്ദീപ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം കറണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഫാലിങ്ങിലെ കഥാപാത്രമായാലും ശരി, ഇപ്പം ലാസ്റ്റ് ആലപ്പുഴ ജിങ്കാനയിലായാലും ശരി, കരിയർ വൈസ് നല്ല രീതിയിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പടക്കൾ ഇറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയ ഉണ്ടാകുന്ന ചർച്ച വന്നാൽ നെസ്ലിന് ശേഷം നെസ്ലിന്റെ ആ ഒരു ഗ്രാഫിൽ നിൽക്കാനായിട്ട് നല്ലൊരു ഹീറോ ലെവലിലേക്ക് ഒരു നായകൻ കൂടി എത്തിയിരിക്കുകയാണ് എന്നുള്ളത് കണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷം. പാരസമൊന്നുമില്ല, ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക, മലയാളത്തിൽ പറ്റുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ആഗ്രഹം നിലനിൽക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സിനിമയിലേക്ക് വരുന്നതിനേക്കാൾ നല്ല സിനിമകളുടെ ഭാഗമായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഭാഗം. അത് നന്നായിട്ട് ചെയ്യാൻ പറ്റണം എന്നാണ് ആഗ്രഹം. ഞാൻ മുന്നോട്ട് പോകും. ഞങ്ങളുടെ ഒരു ചെറിയ കേക്ക് കട്ടിങ് നിങ്ങളുടെ എല്ലാം ഉള്ളിൽ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അപ്രീസിയേഷൻ വന്നിട്ടുള്ള, അതായത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഒരു 150ഓളം കമൻറ്റ്സ് ഓൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞു. എല്ലാ റിവ്യൂവേഴ്സും നിങ്ങൾ ഉൾപ്പെടുന്ന ഓൺലൈൻ മീഡിയ ഗ്രേറ്റ് സപ്പോർട്ട്. അത് നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടതാണ്. ഇനി കാണാത്തവർ പോയി പടം കാണുന്നത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ ഗിവിംഗ് us a ഗ്രേറ്റ് ഹിറ്റ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.